ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അരവിന്ദ്. പ്രധാന വാർത്തകൾ. ജമ്മു കശ്മീർ ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ മറ്റന്നാൾ. ഹരിയാനയിൽ പോളിംഗ് 67%. മറാഠി ഭാഷയ്ക്ക് ലഭിച്ച ക്ലാസിക്കൽ പദവി ഭാഷയുടെ ചരിത്രത്തിലെ സുവർണ ഏടാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 5 ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിനായി മാലദ്വീപ് പ്രസിഡന്റ് ഡോക്ടർ മുഹമ്മദ് മൊയ്സു ഇന്ന് ഡൽഹിയിലെത്തും. നക്സൽ ബാധിത സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുമായി കേന്ദ്രമന്ത്രി അമിത്ഷായുടെ അവലോകന യോഗം നാളെ ന്യൂഡൽഹിയിൽ. കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷിയുടെ 3 ദിവസത്തെ ജർമ്മനി സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ഹാംബർഗ് സുസ്ഥിരതാ സമ്മേളനത്തിൽ അദ്ദേഹം പങ്കെടുക്കും. വനിതാ T20 ലോകകപ്പിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം. ഇന്ത്യ ബംഗ്ലാദേശ് T20 പരമ്പരയിലെ പുരുഷ വിഭാഗത്തിലെ ആദ്യ മത്സരവും ഇന്ന്. വാർത്തകൾ വിശദമായി. നിയമസഭാ തിരഞ്ഞെടുപ്പിനെ തുടർന്ന് ജമ്മു കശ്മീരിൽ മറ്റന്നാൾ നടക്കുന്ന വോട്ടെണ്ണലിന് മുന്നോടിയായി എല്ലാ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലും ശക്തമായ സുരക്ഷാ സംവിധാനം ഏർപ്പെടുത്തി. സെപ്റ്റംബർ 18, 25, ഒക്ടോബർ 1 തീയതികളിൽ 3 ഘട്ടങ്ങളിലായി നടന്ന തിരഞ്ഞെടുപ്പിൽ 63.88 ആയിരുന്നു വോട്ടിംഗ് ശതമാനം. റൌണ്ട് തിരിച്ചുള്ള വോട്ടെണ്ണലിനായി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ ക്രമീകരിക്കുന്നതുൾപ്പെടെ എല്ലാ അടിസ്ഥാന സൌകര്യങ്ങളും ഒരുക്കിയതായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. 90 സീറ്റുകളുള്ള ജമ്മു കശ്മീർ അസംബ്ലിയിൽ കേവല ഭൂരിപക്ഷം നേടുന്നതിന് ഒരു പാർട്ടിക്കോ സഖ്യത്തിനോ 46 MLA ആവശ്യമാണ്. ജമ്മു കശ്മീരിനൊപ്പം ഹരിയാന നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലും ചൊവ്വാഴ്ച നടക്കും. ഇന്നലെയാണ് ഹരിയാനയിൽ വോട്ടെടുപ്പ് നടന്നത്. തിരഞ്ഞെടുപ്പിൽ ഏകദേശം 67% പോളിംഗ് രേഖപ്പെടുത്തി. 90 അംഗ സംസ്ഥാന നിയമസഭയിലേക്കുള്ള ഒറ്റഘട്ട വോട്ടെടുപ്പ് ഏറെക്കുറെ സമാധാനപരമായിരുന്നു. മറാഠി ഭാഷയ്ക്ക് ക്ലാസിക്കൽ പദവി നൽകാനുള്ള സർക്കാർ തീരുമാനം ഭാഷയുടെ ചരിത്രത്തിലെ സുവർണ ഏടാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മുംബൈയിൽ ഇന്നലെ നടന്ന അഭിജാത് മറാഠി ഭാഷാ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. മറാഠിക്കൊപ്പം ബംഗാളി, പാലി, പ്രാകൃത്, അസമീസ് തുടങ്ങിയ ഭാഷകൾക്കും കേന്ദ്ര സർക്കാർ അടുത്തിടെ ക്ലാസിക്കൽ ഭാഷാ പദവി നൽകിയിരുന്നു. ഭാഷകൾ ആശയവിനിമയത്തിനുള്ള ഉപാധി മാത്രമല്ല, സംസ്കാരം, ചരിത്രം, പാരമ്പര്യം, സാഹിത്യം എന്നിവയുമായി ഭാഷകൾക്ക് ആഴത്തിലുള്ള ബന്ധമുണ്ട്. മെഡിക്കൽ, എഞ്ചിനീയറിംഗ് കോഴ്സുകൾ എന്നിവയുൾപ്പെടെ പ്രാദേശിക ഭാഷകളിൽ പഠിക്കാൻ പുതിയ ദേശീയ വിദ്യാഭ്യാസ നയം അവസരമൊരുക്കുന്നുവെന്നും ശ്രീ മോദി ചൂണ്ടിക്കാട്ടി. भाषा सिर्फ बातचीत का माध्यम नहीं होती. भाषा का संस्कृति, इतिहास, परंपरा और साहित्य से गहरा जुड़ाव हो. देश में पहली बार ऐसी सरकार बनी है जो मातृभाषा में पढ़ाई को महत्व देती है. साथियों, नई नेशनल एजुकेशन पॉलिसी के तहत अब मराठी में भी मेडिकल और इंजीनियरिंग की पढ़ाई संभव हुई है. 5 ഇന്ത്യൻ ഭാഷകൾക്ക് കൂടി ശ്രേഷ്ഠ ഭാഷാ പദവി നൽകാനുള്ള തീരുമാനം ചരിത്രപരമെന്ന് ഭാരതീയ ഭാഷാ സമിതി അധ്യക്ഷൻ ചാമു കൃഷ്ണശാസ്ത്രി. ഈ ഭാഷകളിലെ ക്ലാസിക്കൽ സാഹിത്യ കൃതികൾ ഉൾപ്പെടെ പഠിക്കാൻ യുവജനങ്ങളെ നടപടി സഹായിക്കുമെന്ന് അദ്ദേഹം ആകാശവാണിയോട് പറഞ്ഞു. 5 ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിനായി മാലദ്വീപ് പ്രസിഡന്റ് ഡോക്ടർ മുഹമ്മദ് മൊയ്സു ഇന്ന് ഡൽഹിയിലെത്തും. രാഷ്ട്രപതി ദ്രൌപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവരുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. ഉഭയകക്ഷി ബന്ധം സംബന്ധിച്ചും മേഖലാതല അന്താരാഷ്ട്ര വിഷയങ്ങളിലും ചർച്ചകൾ നടക്കും. ബംഗളൂരു, മുംബൈ നഗരങ്ങളും മാലദ്വീപ് പ്രസിഡന്റ് സന്ദർശിക്കും. 3ാം നരേന്ദ്രമോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാൻ ഡോക്ടർ മുഹമ്മദ് മൊയ്സു നേരത്തെ ഇന്ത്യ സന്ദർശിച്ചിരുന്നു. നക്സൽ ബാധിത സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുമായി കേന്ദ്രമന്ത്രി അമിത്ഷാ അവലോകന യോഗം നടത്തും. നാളെ ന്യൂഡൽഹിയിൽ നടക്കുന്ന യോഗത്തിൽ ആന്ധ്രാപ്രദേശ്, ബീഹാർ, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, തെലങ്കാന, ഒഡീഷ, മഹാരാഷ്ട്ര, മധ്യപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ പങ്കെടുക്കും. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവിന്റെ പ്രതിനിധിയും കേന്ദ്ര സായുധ പോലീസ് സേനയുടെയും വിവിധ കേന്ദ്ര സംസ്ഥാന വകുപ്പുകളിലെ മുതിർന്ന ഉദ്യോഗസ്ഥരും ചർച്ചയിൽ പങ്കെടുക്കും. പുനരുപയോഗ ഊർജ്ജമന്ത്രി പ്രഹ്ലാദ് ജോഷിയുടെ 3 ദിവസത്തെ ജർമ്മനി സന്ദർശനത്തിന് ഇന്ന് തുടക്കം. 2 ദിവസത്തെ ഹാംബർഗ് സുസ്ഥിരതാ സമ്മേളനത്തിൽ അദ്ദേഹം പങ്കെടുക്കും. ജർമ്മനി, UK എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള മന്ത്രിമാർ, മുതിർന്ന ഉദ്യോഗസ്ഥർ തുടങ്ങിയവരുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. സുസ്ഥിര വികസനം, ഹരിത ഹൈഡ്രജൻ, പുനരുപയോഗ ഊർജ്ജ മൂല്യ ശൃംഖല എന്നീ മേഖലകളിൽ സഹകരണം ശക്തമാക്കുന്നത് ചർച്ചയാകും. ബഹുമുഖ വികസന ബാങ്കുകൾ ശക്തിപ്പെടുത്താൻ G20 സ്വതന്ത്ര വിദഗ്ധ സംഘത്തിന്റെ 30 ശുപാർശകളിൽ 27 പരിഗണിച്ച ലോകബാങ്ക് നടപടിയെ കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ അഭിനന്ദിച്ചു.
ഇന്ത്യ G20 അധ്യക്ഷ പദവി വഹിക്കെ ബഹുമുഖ വികസന ബാങ്കുകൾ ശക്തിപ്പെടുത്താൻ രൂപീകരിച്ച സ്വതന്ത്ര വിദഗ്ധ സംഘത്തിന്റെ അംഗം പ്രൊഫസർ നിക് സ്റ്റേണുമായി ന്യൂഡൽഹിയിൽ ആശയവിനിമയം നടത്തവെയാണ് കേന്ദ്രമന്ത്രി ഇക്കാര്യം പരാമർശിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR_News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR_News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്. വനിതാ T20 ലോകകപ്പിൽ ഇന്ത്യ ഇന്ന് പാകിസ്ഥാനെ നേരിടും. ദുബായിലാണ് മത്സരം. ഉച്ചയ്ക്ക് ശേഷം 3:30 കളി ആരംഭിക്കും. ആദ്യ മത്സരത്തിൽ ഇന്ത്യൻ ടീം ന്യൂസിലൻഡിനോട് പരാജയപ്പെട്ടിരുന്നു. അതേസമയം തങ്ങളുടെ ആദ്യ മത്സരത്തിൽ പാകിസ്ഥാൻ ശ്രീലങ്കയെ തോൽപ്പിച്ചു. ഇന്ത്യ ബംഗ്ലാദേശ് T20 പരമ്പരയിലെ പുരുഷ വിഭാഗത്തിലെ ആദ്യ മത്സരം ഇന്ന് മധ്യപ്രദേശിലെ ഗ്വാളിയറിൽ നടക്കും. വൈകിട്ട് 7 മണിക്കാണ് മത്സരം തുടങ്ങുക. 3 മത്സരങ്ങളാണ് T20 പരമ്പരയിലുള്ളത്. നേരത്തെ നടന്ന 2 മത്സര ടെസ്റ്റ് പരമ്പരയിൽ ഇന്ത്യ സമ്പൂർണ്ണ വിജയം നേടിയിരുന്നു. സൂപ്പർ ലീഗ് കേരള ഫുട്ബോളിൽ ഇന്ന് തിരുവനന്തപുരം കൊമ്പൻസ് കാലിക്കറ്റ് FCയെ നേരിടും. വൈകുന്നേരം 7:30 തിരുവനന്തപുരം ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിലാണ് മത്സരം. കോഴിക്കോട് വിമാനത്താവളത്തിന് കേരളത്തിന്റെ സാമ്പത്തിക പുരോഗതിയിൽ വലിയ പങ്ക് വഹിക്കാൻ കഴിയുമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. എല്ലാവരുടെയും കൂട്ടായ്മയോടെ വിമാനത്താവള വികസനത്തിനായി കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് നടപടിയുണ്ടാകുമെന്ന് കാലിക്കറ്റ് ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി ജൂബിലി ആഘോഷം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ശ്രീ സുരേഷ് ഗോപി പറഞ്ഞു. ബേപ്പൂർ തുറമുഖ വികസനം, റെയിൽവേ പാതകളുടെ വികസനം എന്നീ വിഷയങ്ങളിലും കേന്ദ്ര സർക്കാർ ഇടപെടുമെന്നും കേന്ദ്ര സഹമന്ത്രി വ്യക്തമാക്കി. 48ാമത് വയലാർ അവാർഡ് പ്രഖ്യാപിച്ചു. അശോകൻ ചരുവിലിനാണ് അവാർഡ്. കാട്ടൂർക്കടവ് എന്ന പുസ്തകത്തിനാണ് പുരസ്കാരം. ആകാശവാണി മുൻ വാർത്താ അവതാരകൻ M രാമചന്ദ്രന് അന്ത്യാഞ്ജലി. ഭൌതികദേഹം തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ പൊതുദർശനത്തിന് വച്ച ശേഷം ശാന്തി കവാടത്തിൽ സംസ്കരിച്ചു. നിരോധിത സംഘടനയായ ജെയ്ഷെ മുഹമ്മദിന് ധനസഹായം ലഭ്യമാക്കുന്നതുമായി ബന്ധപ്പെട്ട കേസിൽ അന്വേഷണങ്ങളുടെ ഭാഗമായി ദേശീയ അന്വേഷണ ഏജൻസി 5 സംസ്ഥാനങ്ങളിലെ വിവിധയിടങ്ങളിൽ തിരച്ചിൽ നടത്തി. ജമ്മു കശ്മീർ, മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ്, അസം, ഡൽഹി എന്നിവിടങ്ങളിലെ 26 ഇടങ്ങളിൽ ഇന്നലെയായിരുന്നു തിരച്ചിൽ. ലഘുലേഖകൾ, ഇലക്ട്രോണിക് ഉപകരണങ്ങൾ, നിരവധി രേഖകൾ തുടങ്ങിയവ NIA പിടിച്ചെടുത്തു. ഇവ പരിശോധിച്ചു വരികയാണ്. ചെന്നൈയിലെ മറീന ബീച്ചിൽ ഇന്ത്യൻ വ്യോമസേനയുടെ വൻ വ്യോമാഭ്യാസ പ്രകടനം. രാവിലെ 11 മണിയോടെ ആരംഭിച്ച വ്യോമാഭ്യാസത്തിൽ 70-ലധികം വിമാനങ്ങൾ പങ്കെടുത്തു. വ്യോമസേനയുടെ 92ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായാണ് വ്യോമാഭ്യാസം സംഘടിപ്പിച്ചത്. സക്ഷം, സശക്ത, ആത്മനിർഭർ എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. തേജസ്, മിറാഷ്, സുഖോയ് 30, ജഗ്വാർ ഉൾപ്പെടെയുള്ള യുദ്ധവിമാനങ്ങൾ, ഏറ്റവും പുതിയ പ്രജന്ത് ഹെലികോപ്റ്റർ എന്നിവ വ്യോമാഭ്യാസത്തിന്റെ ഭാഗമായി. കേരളത്തിൽ ഉന്നത മൂല്യമുള്ള വിളകളുടെയും മൂല്യവർദ്ധിത കൃഷിയുടെയും പ്രോത്സാഹനം ഉറപ്പാക്കുമെന്ന് കൃഷിമന്ത്രി P. പ്രസാദ്. കണ്ണൂർ കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ നിർമ്മിച്ച ബയോ കൺട്രോൾ ലബോറട്ടറിയുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. വിളകളുടെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനോടൊപ്പം ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതിലും കൃഷിവകുപ്പ് പ്രത്യേകം ശ്രദ്ധ ചെലുത്തുന്നുണ്ട്. ഇതിനായാണ് ബയോ കൺട്രോൾ ലബോറട്ടറികൾ നിർമ്മിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ജൽ ജഗാർ മഹോത്സവിന് ഛത്തീസ്ഗഡിലെ രവിശങ്കർ ശുക്ല ജലാശയത്തിൽ തുടക്കമായി. 2 ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടിയുടെ ഭാഗമായി അന്താരാഷ്ട്ര ജല സമ്മേളനവും നടന്നു. അന്താരാഷ്ട്ര സംഘടനയായ യൂണിസെഫ്, ജപ്പാൻ, ശ്രീലങ്ക എന്നീ രാജ്യങ്ങളും നിരവധി പരിസ്ഥിതി പ്രവർത്തകരും പരിപാടിയിൽ പങ്കെടുത്തു. ജലസംരക്ഷണവുമായി ബന്ധപ്പെട്ട വിവിധ മാർഗങ്ങൾ സമ്മേളനത്തിൽ ചർച്ച ചെയ്തു. കൊൽക്കത്തയിലെ RG കർ മെഡിക്കൽ കോളേജിലെ ജൂനിയർ ഡോക്ടറെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള കെടുകാര്യസ്ഥതയെ ചോദ്യം ചെയ്ത 6 ഡോക്ടർമാർ ആരംഭിച്ച നിരാഹാര സമരം തുടരുന്നു. ജൂനിയർ റെസിഡന്റിന്റെ കൊലപാതകത്തെ തുടർന്ന് 10ഓളം ആവശ്യങ്ങൾ ഡോക്ടർമാർ മുന്നോട്ട് വച്ചിരുന്നു. ഇവയ്ക്കുമേൽ നടപടിയെടുക്കാനോ പ്രതികരിക്കാനോ സർക്കാർ തയ്യാറായില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നിരാഹാര സമരം. മുംബൈയിലെ ചെമ്പൂരിൽ 2-നില കെട്ടിടത്തിൽ ഉണ്ടായ തീപിടുത്തത്തിൽ 7 പേർ മരിച്ചു. മരിച്ചവരിൽ 3 പേർ കുട്ടികളാണ്. ഇന്ന് രാവിലെയായിരുന്നു സംഭവത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. ജമ്മു കശ്മീർ, ഹരിയാന നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ മറ്റന്നാൾ. ഹരിയാനയിൽ പോളിംഗ് 67%. മറാഠി ഭാഷയ്ക്ക് ലഭിച്ച ക്ലാസിക്കൽ പദവി ഭാഷയുടെ ചരിത്രത്തിലെ സുവർണ ഏടാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 5 ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിനായി മാലദ്വീപ് പ്രസിഡന്റ് ഡോക്ടർ മുഹമ്മദ് മൊയ്സു ഇന്ന് ഡൽഹിയിലെത്തും. നക്സൽ ബാധിത സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുമായി കേന്ദ്രമന്ത്രി അമിത്ഷായുടെ അവലോകന യോഗം നാളെ ന്യൂഡൽഹിയിൽ.
കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷിയുടെ 3 ദിവസത്തെ ജർമ്മനി സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ഹാംബർഗ് സുസ്ഥിരതാ സമ്മേളനത്തിൽ അദ്ദേഹം പങ്കെടുക്കും. വനിതാ T20 ലോകകപ്പിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം. ഇന്ത്യ ബംഗ്ലാദേശ് T20 പരമ്പരയിലെ പുരുഷ വിഭാഗത്തിലെ ആദ്യ മത്സരവും ഇന്ന്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.